ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ അംഗീകരിച്ചതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ ജയറാം രമേശ് രംഗത്ത് വന്നിരുന്നു. വാഷിംഗ്ടണിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ പ്രഖ്യാപനം കണക്കിലെടുത്ത് രണ്ട് കാര്യങ്ങൾക്ക് മുമ്പത്തെക്കാളും പ്രാധാന്യമുണ്ടെന്ന് ജയറാം രമേശ് കുറിച്ചു. പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കുകയും വേണമെന്ന് ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. ക്രൂരമായ പഹൽഗാം ഭീകരാക്രമണം മുതൽ കഴിഞ്ഞ 18 ദിവസത്തെ സംഭവ വികാസങ്ങളും ഇനി മുന്നോട്ടുള്ള നീക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം സംഘടിപ്പിക്കണമെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്ഥിരീകരിച്ചതാണ്. തീവ്രവാദത്തിനെതിരായി ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് ഇന്ത്യ എന്നും കൈക്കൊണ്ടിരുന്നതെന്നും ഇനി അങ്ങോട്ടും അതിൽ മാറ്റമുണ്ടാവില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ അംഗീകരിച്ചതായി പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പറയുന്നുണ്ട്. പരമാധികാരത്തിലും സമഗ്രതയിലും വിട്ടുവീഴ്ച ചെയ്യാതെ പാകിസ്ഥാൻ എപ്പോഴും മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ഇഷാഖ് ദർ അവകാശപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ഇന്ത്യയും സ്ഥിരീകരണം നടത്തി. വെടിനിർത്തൽ 5 മണിക്ക് പ്രാബല്യത്തിൽ വന്നു. 5 മണി മുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടാകില്ല. അതേസമയം അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നതായും സൂചനയുണ്ട്. ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല. വെടിനിർത്താൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാന്റെ DGMO ആണ് ബന്ധപ്പെട്ടത്. സൈന്യങ്ങൾക്കിടയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണിത് സംഭവിച്ചതും. ഇരു രാജ്യങ്ങളുടെയും DGMOമാർ തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടത്തും. വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ചയെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഇന്ത്യ തള്ളുകയും ചെയ്തു. ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടില്ലെന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയുമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു നേരത്തെ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. പാക് ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പിലുണ്ടായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊടും ഭീകരരുമായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ ആക്രമണങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. നിരവധി തവണയാണ് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത്. പാക് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്കൂളുകളും ആരാധനാലയ കേന്ദ്രങ്ങളും പാക് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ തെളിവുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടി തുടർന്നാൽ അതിനെ യുദ്ധമായി കണക്കാക്കുമെന്നും അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം.